Hi friends, welcome back to Anju's World. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കാരണം എല്ലാവരെയും അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലേ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ. ഡാൻഡ്രഫിന് നമ്മൾ എന്ത് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും അത് പിന്നെയും അത് അങ്ങനെ തന്നെ ഉണ്ടാവണം അല്ലേ? അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ടൈം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ശരിക്കും മുടി കൊഴിച്ചിൽ തന്നെ മാറും. അതിന് ഒരു സ്പെഷ്യൽ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഈ ഫ്യൂച്ചർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ആപ്പിൾ സൈഡർ വിനീഗറാണ്. നിങ്ങൾക്ക് ഏത് ആപ്പിൾ സൈഡർ വിനീഗർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഫംഗസ് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അകറ്റും. അതിനോടൊപ്പം ഡാൻഡ്രഫ് അല്ലേ, അപ്പോൾ അതൊക്കെ പൂർണ്ണമായി അകറ്റും. ഡാൻഡ്രഫൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അല്ലെ, അകറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് ഡാൻഡ്രഫ് തന്നെയാണ്. അപ്പോൾ അതിന് ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആപ്പിൾ സൈഡർ വിനീഗർ. അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുമ്പോൾ പറയുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ദോഷമായിട്ട് ഭവിക്കും. കാരണം ആസിഡാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗറിനോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പൈപ്പ് വാട്ടർ മതി, അത് കുറച്ച് എടുത്ത് വെക്കാം. ചെറുതായിട്ട് ചൂടായിട്ട് കിടക്കുന്ന വെള്ളമായിരിക്കുമല്ലോ ഇപ്പോഴത്തെ നമ്മളുടെ ക്ലൈമറ്റിലല്ലേ. അപ്പോൾ ആ വെള്ളം മതി. നല്ല തണുപ്പ് സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കി അത് തണുപ്പിച്ചിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് വേണ്ടത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് വേറൊരു കാര്യമുണ്ട്, ആണ് ഇത് ബോട്ടിൽ, സ്പ്രേ ബോട്ടിൽ. കാരണം സ്പ്രേ ബോട്ടിൽ നമുക്കിതിന് അത്യാവശ്യമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആമസോണിലാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് സാധനം വാങ്ങാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും നന്നായിട്ടിത് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ ഹാഫ് നമ്മൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കണം. ഹാഫ് സെയിം ആണ്, ഈക്വൽ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ഹാഫ് ആപ്പിൾ സൈഡർ വിനീഗറും ഹാഫ് വെള്ളവും. അളവ് തെറ്റാൻ പാടില്ല, കൂടുതൽ ആപ്പിൾ സൈഡർ വിനീഗറായി പോവരുത്. അപ്പം നമുക്ക് അതുകൊണ്ട് ദോഷമേ സംഭവിക്കുകയുള്ളൂ നമ്മളുടെ ഹെയറിന്. അപ്പോൾ ഞാനിതിൻ്റെ ഹാഫ് എടുക്കുകയാണ്. ഇതിൻ്റെ ഹാഫ് ആപ്പിൾ സൈഡർ വിനീഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷേക്ക് ചെയ്യണം, കാരണം ഇത് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കട്ടെ. സ്പ്രേ ഓക്കെ. ഇനിയും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ഇഴയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടോ? നന്നായിട്ടിത് സ്പ്രേ ചെയ്ത് നന്നായിട്ടിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് സ്കൽപ്പിൽ ഫുള്ള് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഹെയറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡാൻഡ്രഫൊക്കെ നമ്മളുടെ സ്കൽപ്പിൽ ഉണ്ടെങ്കിൽ അത് ഹെയറിലൊക്കെ ചെറുതായിട്ട് വന്ന് നമ്മൾ ഹെയർ കോംബ് ചെയ്യുമ്പോഴും ഒക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കില്ലേ. അപ്പം ഇത് സ്പ്രേ ചെയ്ത് ഹെയറിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഡാൻഡ്രഫൊക്കെ ഇത് പോവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം
ഫംഗസ് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗർ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും. പക്ഷേ എടുക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിത് സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ സ്കൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ സ്കൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് പിടിക്കും. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ, മാക്സിമം ഹാഫ് ആൻ അവറേ നിൽക്കാൻ പാടുള്ളൂ. 15-20 മിനിറ്റ്സ് നിന്നാലും മതി. എന്നാലും നിൽക്കാൻ പറ്റുന്നവർ ഹാഫ് ആൻ അവർ മാക്സിമം നിൽക്കുക, അതിനപ്പുറം നിൽക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൽ മൈൽഡ് ഷാമ്പു വെച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തത് മുകളിൽ മുടി കെട്ടി വെച്ചു. ഇനി ഞാനൊരു ഹാഫ് ആൻ അവർ നിന്നതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എടുക്കുന്ന അളവ് എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സാധാരണ നമ്മളൊരു ഹോം റെമഡി ചെയ്താൽ നമ്മൾ പല തവണ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഇത് ഒരു ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്, അതുപോലെ ആമസോണിലും അവൈലബിൾ ആണ്. വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം, വേണ്ടവർക്ക് അതിൽ കയറിയിട്ട് വാങ്ങാം. അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിൻ്റെയും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.